നമ്മൾ ഇന്ന് കൊല്ലം വരെ പോവാണ്. എനിക്ക് വണ്ടി എടുക്കാൻ പോവാണ്. അത് നമുക്ക് അവിടെ പോയിട്ട് വന്നാൽ പോലെ. അവിടെ പോയിട്ട് ഗൈസ് നമ്മള് ആയൂര് ഞങ്ങളുടെ ബ്ലോക്കിൽ കിടക്കുക. ഗൈസ് നമ്മള് അനന്തുവന്റെ കാറിലാണ് ഇവിടുന്ന് കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനന്തുവണ്ട എന്റെ വീട്ടിലെ കാറെന്നേ ഉള്ളൂ. എനിക്ക് ഇതുമായിട്ടൊരു അനന്തുവണ്ട ഈ വണ്ടി എടുക്കാൻ പോകുന്നതിനെ പറ്റി രണ്ടു വാക്ക് പറ. ഒരു കാർ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ബൈക്ക് എടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. പ്രധാനമായിട്ടുള്ള കാര്യം അവൻ വണ്ടി നോക്കണം, സൂക്ഷിക്കണം. ഇവന് പഴയ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് നോക്കിയ പോലെ നീ ഈ വണ്ടി ഒരിക്കലും നോക്കരുത്. അത് ഞാൻ പൊന്നെ പോലെ നോക്കിയത്. നോക്കരുത്, ഒരു മാന്യമായിട്ടുള്ള നോട്ടം നോക്കണം. ആ വണ്ടിക്ക് വന്ന് കൈവിട്ട് പോയി. പിന്നെ നിങ്ങളുടെ കുടുംബ പാരമ്പര്യം ഇത് എടുക്കരുത്. വെച്ച് വണ്ടി ഓടിക്കണം. ചേട്ടൻ ഒരു ദിവസം നമ്മൾ പെറ്റ് എണ്ണിയൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ആവരുത്. 26,000 എല്ലാ ഹെൽമെറ്റ് കയ്യിലുണ്ട്. ഹെൽമെറ്റ് കയ്യിൽ വെച്ചോണ്ട് പുള്ളിക്കാരൻ ബൈക്ക് ഓടിക്കുന്നത്. പിന്നെ അതുമല്ല, ഇവന് മുടി എന്ന് പറയുന്നത് ഭയങ്കര ഇതുള്ള കാര്യമാണ്. നിങ്ങൾക്കില്ലേ? നീ മുടി പോകുന്ന ഞാൻ ഹെൽമെറ്റ് വെക്കാതിരിക്കത്തില്ല. മുടി പോകും. നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഹെൽമെറ്റ് വെക്കാൻ വണ്ടി ഓടിക്കുന്നില്ല? ഈ ഹെൽമെറ്റ് ആണ് ഞാൻ കുറെ ആഗ്രഹിച്ച് വാങ്ങിച്ച എന്റെ ഓഫ് റോഡ് ഹെൽമെറ്റ്. ഗൈസ് ഞാൻ വണ്ടി എടുക്കാൻ തീരുമാനിക്കുന്നതിനെക്കാട്ടി മുന്നേ തീരുമാനിച്ചതാണ് ഈ ഹെൽമെറ്റ് എനിക്ക് വേണം. കാരണം ഞാൻ ആദ്യം ഈ ഹെൽമെറ്റിന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോ തന്നെ എനിക്ക് ഹെൽമെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിപ്പോ വണ്ടി കിട്ടിയപ്പം എന്റെ നഷ്ടപ്പെട്ട വണ്ടിയും ഈ വണ്ടി ഒരുമിച്ച് എനിക്ക് കിട്ടുന്നുണ്ട്. അതെനിക്കിപ്പോ വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് മൊത്തം ബ്ലോക്ക്. പക്ഷെ എന്ത് നിനക്കിനെ പറ്റി പറയാനുള്ളത്? സ്പ്ലെൻഡർ അത് സ്റ്റേഷനിൽ ചെന്ന് എടുത്തോളം പറഞ്ഞു. ഒരിക്കലല്ലേ എന്റെ കണ്ണപ്പന ഓടിക്കാൻ കൊടുത്തില്ല. കണ്ണപ്പന ഓടിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് നീ ആ വണ്ടി എടുക്കുന്നത്. അല്ലല്ല ഗൈസ്, കണ്ണപ്പന ഓടിക്കാൻ കൊടുത്തില്ല, വേറെ ആർക്കും ഓടിക്കാൻ. കണ്ണപ്പൻ അവൻ ഓടിക്കട്ടെ. ഗൈസ് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഗൈസ് കൊല്ലം ദിയെന്നാണ് ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നത്. ഗൈസ് ഭരതണ്ണനും കണ്ണപ്പനും കൂടെ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവരും കൂടെ വന്നിട്ട് പിന്നെ ചേട്ടനും ചേച്ചിയും വരുന്നുണ്ടിക്കൊണ്ട്. അപ്പോൾ അവരോട് വന്നിട്ട് നമുക്ക് പോയി വണ്ടി എടുക്കാം. അതൊക്കെ എന്തോ പറയാനുള്ള വണ്ടി എടുക്കാൻ പോകുന്നതിനെ പറ്റി? നല്ല അഭിപ്രായം. എന്തേലും പറ. നാളെ ഉത്രാടം, മറ്റന്നാ തിരുമോണോ? പറ. വണ്ടി എടുക്കണം കുറെ നാളത്തെ ആഗ്രഹം ഇന്ന് നടക്കുവാണ്. അതിന്റെ സന്തോഷം, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഭരതണ്ണും അനന്തവണ്ണും ഭരതണ്ണും കണ്ണപ്പനും വരാനുള്ള താമസത്തിൽ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട്. എന്താ അഭിപ്രായം പറ. ഞാൻ എന്റെ വണ്ടിയിലെ ഇടത് സൈഡിലെ പില്ലിയൻ സീറ്റ് എടുത്ത് കളയാൻ പോവാണ്. വാസ്കോ ഇനി എന്റെ വണ്ടി കയറത്തില്ലല്ലോ, ആ സീറ്റിന് ആവശ്യമില്ല. നമ്മള് വണ്ടി എടുക്കാൻ വന്നിടത്തും ഈ പുള്ളി നല്ല ക്യാമറ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. വണ്ടിയുടെ ഫോട്ടോ എടുക്കാനാണ്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഫോട്ടോ ഒക്കെ എടുത്തരും. വണ്ടിയുടെ ഫ്രണ്ടിൽ ഫോട്ടോ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പോകാം. അപ്പോഴത്തേക്ക് ചേച്ചിയും ചേട്ടനും ഭരതണ്ണും കണ്ണപ്പനും എല്ലാം ഇങ്ങെത്തും. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? കുറെ നാളെ ബസ്സിലൊക്കെ കയറിയിട്ട് 160 രൂപ. വണ്ടി നല്ല വണ്ടിയാണ്. വണ്ടി എടുക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം? വണ്ടി എടുക്കാൻ ഹെൽമെറ്റ് വെച്ച് ഓടിക്കുക. പുള്ളി ഇതൊക്കെ തന്നെ പറഞ്ഞത് അല്ലേ? വണ്ടി എടുക്കാൻ എല്ലാവർക്കും പറ്റും. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കാനാണ് പാട്. അതിനകത്ത് ഒരു മറ്റേ സാധനം ഉണ്ട്, സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നിനക്കില്ല. ഗൈസ് വണ്ടി എടുക്കുന്നതിന് മുന്നേ നമ്മുടെ വണ്ടിക്ക് വേറൊരു സീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരിടത്ത്. അപ്പോൾ നമ്മൾ ആ സീറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അജീഷനും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ സീറ്റ് വന്നിട്ടുണ്ട്. ഗൈസ് ഇപ്പം ഈ സീറ്റും ഞാൻ ആ ഹെൽമെറ്റ് കാണിച്ചു അതെല്ലാം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വണ്ടി ഏതാണെന്ന് ഏകദേശം മനസ്സിലായി കാണും. ഈ മനസ്സിലാവാത്തവർക്ക് നമ്മളിപ്പം വണ്ടി എടുക്കുമ്പോൾ കാണാം. ചേച്ചി ചേട്ടൻ എന്താ പറയാനുള്ള പറ. സന്തോഷമുണ്ട്. എന്നാൽ ഇനി ഇതിന് വലുത് കാറ് അങ്ങനെ കയറി പോകണം. മിനി കൂപ്പർ മന്തി ചെയ്യും. ഇപ്പൊ സദ്യയുടെ സമയത്ത് വാസ്കോയുടെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡെലിവറി എടുക്കാൻ പോവാണ്. ഒക്കെ അപ്പുറത്താണ് റെഡി ആയത്. അല്ല, രണ്ടിടത്തൂടെ ഇതിൽ കൂടെ തന്നെയാണ്. നമ്മളിപ്പോൾ വണ്ടി എടുക്കും വാസ്കോയുടെ. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വാസ്കോയുടെ ഡെലിവറി വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും.
ബൈക്ക് മേടിച്ചപ്പോ അവനൊരു സീറ്റ് ഫ്രീ കിട്ടി. വാസ്കോയുടെ വണ്ടി റിവീലിംഗിലേക്ക് കടക്കുന്നു. എല്ലാരും വന്ന് എടുക്കുന്നു. ജൂനിയർ ജോജി തമ്പി ഇതൊക്കെയാണ് വാസ്തു പറയുന്നത്. റാലിയാണ്. ഇതാണ് വാസ്കോയുടെ വണ്ടി. എക്സ്പൾസ് 200 2500 2400. നിങ്ങളവിടെ തന്നെ എടുത്തേ? വണ്ടി എടുത്തതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വളരെ നല്ല അഭിപ്രായം. സന്തോഷമുണ്ട്. ഈ ഒരു പ്രായത്തിൽ നീ സ്വന്തം പൈസക്ക് വണ്ടി എടുത്തേക്കുവാ. അപ്പൊ നിനക്ക് സ്വന്തം പൈസക്കല്ലേ അല്ലേ? അപ്പൊ നിനക്ക് എന്തൊക്കെയാണ് നിന്റെ ഇപ്പൊ പെടുന്ന ഒരു സന്തോഷം? എനിക്ക് ഈ വണ്ടി എടുക്കാൻ എന്നെ ഈ മേഖലയിലോട്ട് കൊണ്ടെത്തിച്ച എന്റെ ഭരതണ്ണൻ, മജീഷൻ, അനന്തോണ്ണൻ, കണ്ണപ്പൻ, അങ്ങനെ അതിനെക്കാട്ടി എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത എന്റെ ചേട്ടൻ, ചേച്ചി, റബേക്ക, എല്ലാവർക്കും വളരെയധികം സന്തോഷം. പിന്നെ വണ്ടിയുടെ കിട്ടിയതിന് സന്തോഷം. താങ്ക് യു വെരി മച്ച്. അവരെ ഒന്നുകൂടെ കൊടുത്തേ. ആക്ഷൻ. ഓക്കെ, വാസ്കോയുടെ വണ്ടി. ഹെൽമെറ്റ് വെച്ച് ഇറക്കുന്നതായിരുന്നു വൃത്തി. ഹെൽമെറ്റ് വെച്ച് ഇറക്കിയതായിരുന്നു. സൂപ്പറായിരുന്നു. സൂപ്പറായനെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇറക്ക്. വാസ്കോ അങ്ങനെ ഏതാണ്ട് വണ്ടി എടുത്തോണ്ട് ഇറങ്ങുകയാണ്. അങ്ങനെ വാസ്കോ ബ്രേക്ക് പിടിച്ചു. എങ്ങനെയുണ്ട്? വണ്ടി ഓടിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ ഇറക്കുമ്പോൾ തന്നെ വീട് പോയി കഴിഞ്ഞാൽ അങ്ങനെ തരത്തില്ല. ഭയങ്കര സന്തോഷം. 2 ലിറ്റർ ഇതാണ് റിസർവാ, മാറ്റി അടിച്ചാൽ മതി. ഭയങ്കര സന്തോഷം. ഗായ്സ്, അങ്ങനെ വാസ്കോയുടെ വണ്ടി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഷോറൂമിൽ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാസ്കോ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വണ്ടിയുടെ കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ വീഡിയോ പോകണം. ഈ ബ്ലോഗ് ചിലപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് അടുത്ത ദിവസമായിരിക്കും വരുന്നത്. പക്ഷേ നമ്മുടെ റിവീലിംഗ് വീഡിയോ ഇന്ന് തന്നെ മിക്കവാറും മാക്സിമം ഈ വണ്ടി എടുത്ത അന്ന് തന്നെ മിക്കവാറും വരും. ഇതാണ് നമ്മുടെ വണ്ടി. ഗായ്സ്, അപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞ് ബുക്കും പേപ്പറും എല്ലാം കിട്ടിയിട്ടുണ്ട്. വണ്ടി കണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. വീട്ടിൽ ചെന്നിട്ട് അമ്മ വെച്ചതിൻ്റെ റിയാക്ഷൻ നമ്മുടെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പം ഗായ്സ്, നമ്മുടെ വാസ്കോ അങ്ങനെ പുതിയ ഹെൽമെറ്റ് വെച്ചോണ്ടിറങ്ങിയിരിക്കുകയാണ്. ഓഫ് റോഡ് ഹെൽമെറ്റ്. ആദ്യത്തെ 2 ദിവസം വെക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഒരു വെച്ചേക്കും. എങ്ങോട്ട് പോരി വണ്ടി അടുത്ത് നോക്ക്. എക്സ്പൾസ്